ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അവിയലിൻ്റെ റെസിപ്പിയാണ്. ഇത് കുറച്ച് എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. കുറച്ച് ചേനയുണ്ട്, ഒരു ഉരുളക്കിഴങ്ങും, പടവലങ്ങ, ഓമയ്ക്കയുണ്ട്, ഒരു പയറുണ്ട്, പിന്നെ സബോളയുണ്ട്, ചക്കക്കുരു ഇട്ടിട്ടുണ്ട്, കായയുടെ ചെറിയൊരു ഭാഗമുണ്ട്, മുളകുണ്ട്. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നമ്മൾ കുക്കറിലാണ് ഇന്ന് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്ത് അതിനകത്ത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴലണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാകും. പിന്നെ ഇതിന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിനകത്ത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് കുക്കർ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടിയെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, കഷ്ണങ്ങളൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള മാത്രമേ. ഞാൻ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3 വിസിലോളം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പോട് ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങയും ചെറിയ ജീരകവും കടുകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ചതച്ചതാണ്. അത് നമുക്ക് ഈ കൂട്ടിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ടു, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ അവിയൽ ഇറക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. അരപ്പിട്ട് കഴിഞ്ഞ ഉടനെ കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നിർത്തണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി അവിയൽ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം.